കഴിഞ്ഞ വോളിയം ഡിസ്കിൽ സഹസ്രാബ്ദ വാഴ്ചയും അന്ത്യന്യായവിധിയും എന്ന ടൈറ്റിലോടുകൂടെയാണ് വിഷയം ആരംഭിച്ചത്. സഹസ്രാബ്ദ വാഴ്ച എന്ന വിഷയത്തിൻ്റെ അവസാനം അന്ത്യന്യായവിധി എന്ന വിഷയം പറയുവാൻ സമയം പോരായികയാൽ ആ വിഷയം ഇവിടെ തുടർന്നുകൊണ്ട് പുതിയ യെരുശലേം എന്ന അതിമഹത്തായ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അന്ത്യന്യായവിധി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കഴിഞ്ഞ ഡിസ്കിൽ നമ്മൾ പഠനമായ ചില വിഷയങ്ങൾ വായിച്ചു. അതിൻ്റെ തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 20-ാം അധ്യായം 11 മുതലുള്ള വാക്യമാണ് ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ കാണിക്കുന്നതായ വേദഭാഗം. ബുക്ക് ഓഫ് റെവലേഷൻ അഥവാ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അന്ത്യന്യായവിധി എന്നത് ഈ വിഷയത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. ഇത് നമുക്ക് പഠനവിഷയമായി തുടരുന്നതിന് മുമ്പ് പൊതുവിൽ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നതിൽ സന്തോഷമുണ്ട്. ക്രൈസ്തവ ലോകം പൊതുവെ അറിയപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യം, ഏതായാലും ഒരു ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അത് ഒരു നാൾ കർത്താവ് ചെമ്പരിയാടുകളെയും കോനാടുകളെയും വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് വലത്തും ഇടത്തുമായിട്ട് വാക്കും. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റു കൂട്ടരെ നരകത്തിലേക്കും തള്ളും എന്ന ഒരു പൊതു ചിന്താഗതി ക്രൈസ്തവ ലോകത്തിൽ നിലവിലുണ്ട്. എന്നാൽ ന്യായവിധി അത് മാത്രമല്ല, അത് അതിന് ഒരു ഭാഗം മാത്രമാണ്. ഈ ചാർട്ടിൻ്റെ സഹായത്തോടു കൂടെ ഈ വിഷയത്തെ അല്പം കൂടെ നമുക്ക് ലളിതമാക്കുക. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം പിതാവായ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് സ്ഥാപിക്കപ്പെട്ട സിംഹാസനത്തിൻ്റെ പേരുണ്ട്, അത് കൃപാസനമാണ്. ഈ സഭായുഗത്തിൽ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്നതായ കൃപയുടെ സിംഹാസനമാണ് കൃപാസനം. അത് കൃപയാൽ എന്നുള്ള ആ വാക്കിനോട് ചേർന്ന് പിതാവായ ദൈവത്താൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനം കൃപാസനമെന്ന് പറയും. കൃപയുടെ ആസനം. പഴയ നിയമത്തിൽ പഴയ നിയമ ഭക്തന്മാർ അതിപ്രധാനപ്പെട്ട 5 യാഗങ്ങൾ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ദൈവ നിയമം കൊടുത്തിട്ടുണ്ട്. അതിപ്രകാരമാണ് ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഇതിനൊക്കെ എന്തൊക്കെ അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊനമില്ലാത്ത ആടിനെ അർപ്പിക്കണം, ഊനമില്ലാത്ത കാളയെ അർപ്പിക്കണം, പ്രാക്കളെ അർപ്പിക്കണം, ഇങ്ങനെ തുടർന്ന് പലതും. അത് എങ്ങനെ കൊല്ലണം, രക്തം ചിന്തണം, തോലുരിക്കണം, കഷ്ണമായി നുറുക്കണം, യാഗപീഠത്തിൽ തീയിൽ ദഹിപ്പിക്കണം, അത് ചാരമായി തീരണം, അങ്ങനെ ദൈവത്തിന് സൗരഭാസനയായി തീരണം. ഇങ്ങനെയുള്ളതായ നിയമപ്രകാരം യാഗമർപ്പിച്ച പഴയ നിയമ ആരാധനകളെ യാഗത്തെയും എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് ആ യാഗത്തിൽ കൂടെയും ദൈവസന്നിധിയിൽ മനുഷ്യനൊരു പൂർണ്ണത വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാ യാഗത്തേക്കും എന്നേക്കുമായി നിർത്തൽ ചെയ്തുകൊണ്ട് യേശുക്രിസ്തു പരമയാഗമായി തീർന്നു. എന്നാൽ യാഗമായി തീർന്നതുകൂടെ ഇപ്പോൾ അക്ഷരീയമായി യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക്, അഥവാ പുതിയ നിയമ വിശ്വാസികൾക്ക് അക്ഷരീയമായ ഒരു യാഗമില്ല. ആത്മീയമായ അർത്ഥം വരുന്ന പല യാഗങ്ങളെക്കുറിച്ച് അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനും പറഞ്ഞ് അവസാനിപ്പിക്കുവാനും കഴിയുന്നതായ ഒരു കാര്യം, കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോട് കൃപാസനത്തേക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരുഷനായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് മധ്യസ്ഥനായി അപ്പോൾ തന്നെ കൃപാസനത്തിലായിരിക്കുന്നു. ആ കൃപാസനം കൃപായുഗത്തിൽ സ്ഥാപിക്കപ്പെടുന്ന സിംഹാസനമാണ്.
കൃപായുഗം എന്ന് പറയുന്നത് AD 30 യെരുശലേമിൽ ആരംഭിച്ചത് ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജാതികളിലും കൂടെ വ്യക്തികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം ഉൾപ്പെട്ട ഈ കാലയളവിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഈ കൃപായുഗത്തിൽ ദൈവസന്നിധിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സിംഹാസനമാണ് കൃപാസനം. അടുത്തതായി ഭൂമിയിലെ ദൈവജനത്തെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ സ്ഥാപിക്കപ്പെടുന്നതായ ഒരു മഹൽ സമ്മേളനമുണ്ട്. ആ മഹൽ സമ്മേളനത്തിൽ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാനായി സ്ഥാപിക്കുന്നതായ സിംഹാസനത്തെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയും. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള സകലരെയും, അതായത് കർത്താവിന്റെ വരുവെങ്കൽ മരണത്താൽ മാറ്റപ്പെട്ട ഭക്തന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും രക്തസാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുവാനായി സ്ഥാപിക്കുന്ന സിംഹാസനത്തെയാണ് ക്രിസ്തുവിന് ന്യായാസനം എന്ന് പറയുന്നത്. ഇത് കർത്താവിന്റെ വരവിന് ശേഷം സ്വർഗസ്ഥലത്ത് സ്ഥാപിക്കുന്നതാണ്. എല്ലാം തേജസ്സേറിയ സിംഹാസനങ്ങളാണ്. പക്ഷേ ഓരോ പ്രവചന കാലക്കണക്കനുസരിച്ച് അതിന് വ്യത്യസ്തതയുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ഈ ന്യായാസനത്തിങ്കൽ അവർക്ക് പ്രതിഫലം വാങ്ങുന്നതായ അവസ്ഥയെക്കുറിച്ചും ഇവിടെ വായിക്കുന്നത്, തീയിൽ എന്നതുപോലെ അവിടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10, 11, 12 ആ വാക്യങ്ങൾ വായിച്ചാൽ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവനത് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. ഇവിടെ ഒരു വിഷയം നാം ഗ്രഹിക്കേണ്ടത്, ന്യായവിധിക്ക് ശേഷം നരകത്തിലല്ല പോകുന്നത്, അവിടെ പ്രതിഫലത്തിന് വേണ്ടി നിൽക്കുകയാണ്. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചവർ, വളരെ ജീവപര്യന്തം കഷ്ടതയോടുകൂടി കർത്താവിനെ സേവിച്ചവർ, രക്തസാക്ഷികളായി തീർന്നവർ, സാധാരണക്കാർ, ഇങ്ങനെ തുടങ്ങി ഭക്തന്മാരായ വലിയൊരു ഗണം അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിൽ നൽകുന്നു. അവിടെ ദൈവം തക്കതായ പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം ന്യായം വിധിക്കപ്പെടും. ആ ന്യായവിധിയുടെ സ്വഭാവം ഇവിടെ കാണിക്കുന്നു. തിരുവചനത്തിന് അടിസ്ഥാനമായി നിലനിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. പൊന്നിനോടും വെള്ളിയോടും വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവയോടും സാദൃശ്യപ്പെടുത്തിയുള്ള ഒരു ന്യായവിധിയോട് പറയുന്നുണ്ട്. ഇവയെല്ലാം അഗ്നിയിൽ കൂടെ കടത്തിവിടും. പക്ഷേ കച്ചിക്കെട്ട് പോലെ അതിഭീമാകാരമായിരിക്കുന്നതായ വലിയ പ്രവൃത്തികളെ വീമ്പിളക്കുന്ന ഒരു വ്യക്തിയെ ന്യായം വിധിക്കുമ്പോൾ ഉപേക്ഷിച്ച് ആ ന്യായവിധി ആകുന്ന അഗ്നിയിൽ കൂടെ അവ ശോധന ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളെല്ലാം ചാരമായി അവസാനിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ കാണത്തക്കവണ്ണൊന്നും കാണുകയില്ല, പ്രതിഫലം കിട്ടുകയില്ല. വീടിൻ്റെ ഒരു മൂലയിൽ ഒരു ഈറ്റപ്പായിലിരുന്നു കൊണ്ട് ഒരു വൃദ്ധനോ വൃദ്ധയോ, സാധുക്കളായ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് ഈ വിഷയം സാധാരണ നമുക്ക് മനസ്സിലാക്കുവാൻ ഏറെ കഴിയുന്നതാണ്. ആരും അറിയാതെ, ആരാലും ബഹുമാനിക്കപ്പെടാതെ അവർ പ്രാർത്ഥനയോടുകൂടെ പോരാടുന്നതായ പ്രിയപ്പെട്ടവരായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ പ്രതിഫലം കൊടുക്കുവാനായി ന്യായം വിധിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കായിരിക്കും ഏറെ പ്രതിഫലം കിട്ടുന്നത്. നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും കർത്താവിനെന്നോണം ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ തക്കതായി പ്രതിഫലം കൊയ്യേണ്ടത് ആവശ്യമാണ്. പാട്ടുകാരൻ പറയുമ്പോൾ, ഒരു നാൾ നശ്വര ലോകം വിട്ടു നാം, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും
നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാൽ അറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിയിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. അങ്ങനെ കർത്താവിനോണം പ്രവർത്തിക്കുന്ന സകല ഭക്തന്മാർക്കും തക്കതായ പ്രതിഫലം കർത്താവ് ഉയരത്തിൽ നിന്നും ദാനമായി നൽകുമ്പോൾ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടെ തേജസ്സിന് പുത്രന്മാരായിരിക്കുമ്പോൾ തന്നെ ആ പ്രതിഫലം ഏറ്റുവാങ്ങും. എന്നാൽ ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും വലിയ വലിയ ക്രൂസേഡുകൾ നടത്തിയെന്നും വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീണ്ട ലിസ്റ്റ് തന്നെ ചെയ്തുവെന്നും വീമ്പിളക്കുന്ന പലർക്കും അവിടെ ഒരു പ്രതിഫലവും കിട്ടിയില്ല എന്നും വന്നേക്കാം. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, എന്നെ വിട്ടു പോകുകയായിരിക്കും എന്നുള്ളതായ ഒരു ശബ്ദം പോലെ കർത്താവിന് കൽപ്പിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായേക്കാം. പക്ഷേ ആ ന്യായവിധിയുടെ അവസാനം അവിടെ പ്രവൃത്തി ബന്ധുപോയെങ്കിൽ അവന് ഛേദം വരും, പ്രതിഫലം ലഭിക്കുകയില്ല, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്നപോലെ അത്രേ. പ്രതിഫലം ലഭിച്ചില്ല എങ്കിലും ന്യായമായി ലഭിക്കാമെന്ന് ചിന്തിച്ച പല പ്രതിഫലം ലഭിച്ചില്ല എന്ന് വരികിലും താൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകണ്ട, സ്വർഗീയ അനുഭവത്തിൽ കഴിച്ചുകൂട്ടാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ശോഭിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ഇരുട്ട് മാറിപ്പോവാൻ വലിയ വലിയ പ്രകാശങ്ങളും ചെറിയ ചെറിയ കൈത്തിരി മെഴുകുതിരും കത്തിക്കുമ്പോഴായ പ്രകാശത്തിൻ്റെ വ്യത്യസ്തത പോലെ കർത്താവ് ഓരോരുത്തർക്കും കൊടുക്കുന്നതായ ബഹുമതികളെയും പ്രതിഫലങ്ങളെയും കാണുമ്പോൾ അവിടെ ലജ്ജിച്ചു പോകും. അത്രയും വലിയ വ്യത്യാസമുണ്ടാകും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 4 മുതൽ 4-5 വാക്യം വായിക്കുമ്പോൾ, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്വങ്ങളിൽ നിന്നും പുകഴ്ചയുണ്ടാകും. ഇവിടെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി എന്ന് പറഞ്ഞ ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. ആരോടും ഒന്നും പറഞ്ഞില്ല, ആരോടും രഹസ്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഗൂഢമായി രഹസ്യമായി ഹൃദയത്തിൽ പലതും ചിന്തിച്ചു, പലതും ഗൂഢമായി ചെയ്യണമെന്ന് തീരുമാനിച്ചു. രഹസ്യമായി പലതും ചെയ്തിരിക്കാം. ആ രഹസ്യങ്ങളെ, ഹൃദയ രഹസ്യങ്ങളെ വരെയും അവിടെ ന്യായാസനത്തിൽ വെളിപ്പെടുത്തുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിസ്സാര വാക്കിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞു കൂട്ടുന്നതായ വാചകങ്ങൾ, വാക്കുകൾ എത്രയധികമാണ്. അർത്ഥവത്തായും ദൈവികമായോ ദൈവികമല്ലാത്തതോ, അല്ലെങ്കിൽ മനുഷ്യന് ദോഷമുണ്ടാകുമാറ്, ദോഷന് പിണക്കുമാറ്, വൈരാഗ്യമുണ്ടാകുമാറ് എന്തെല്ലാമാണോ പറയുന്നത്, ഈ ഓരോ വാക്കുകൾക്കും ന്യായം വിധിക്കുമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു പ്രതിഫലവും ലഭിക്കുകയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിന്തകർ ഇപ്പോൾ ഉണ്ടായേക്കാം. ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ ഹൃദയ രഹസ്യങ്ങളെയും എല്ലാവിധമായിട്ടുള്ള വിഷയങ്ങളെയും വെളിപ്പെടുത്തിയ ശേഷം അവർക്ക് തക്കതായ പ്രതിഫലങ്ങൾ കൊടുക്കുന്നതിൽ 5 വിധ കിരീടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കിരീടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 കിരീടം എന്നല്ല, 5 കിരീടം മാത്രമാണ് അവിടെ ഉണ്ടെന്നല്ല. കോടാനുകോടി വിശുദ്ധന്മാരിൽ അനേക ആയിരം ഭക്തന്മാർക്ക് ഈ കിരീടങ്ങൾ ഏതെങ്കിലും ലഭിക്കും. ഈ കിരീടത്തിന് സ്വഭാവത്തിൽപ്പെട്ട കിരീടങ്ങൾ ഏതെങ്കിലും ലഭിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ എല്ലാ കിരീടങ്ങളും ലഭിക്കത്തക്കവണ്ണം അർഹനാണെങ്കിൽ അതിന് തക്കവണ്ണം അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നിലയിലുള്ള കിരീടമായിരിക്കാം. അങ്ങനെയുള്ള ബഹുമതികളൊക്കെ പ്രാപിക്കുന്നതായ ഈ സിംഹാസനത്തെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയും. അത് കഴിയുമ്പോൾ
7 വർഷം കഴിഞ്ഞ് അഥവാ മഹാപീഡനം കഴിഞ്ഞ് ക്രിസ്തു രാജഭരണത്തിനായി സഹസ്രാബ്ദ വാഴ്ചയ്ക്കായി മില്ലേനിയം കിങ്ഡം എന്ന ആ യുഗത്തിലേക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വിശുദ്ധന്മാരുമായി വരുമ്പോൾ മഹാപീഡന കാലഘട്ടത്തിൽ യഹൂദന്മാരെ വളരെയധികം പീഡിപ്പിച്ചതായ പല രാഷ്ട്രങ്ങളും ജാതികളും ഉണ്ടാകും. ആ സന്ദർഭത്തിൽ യഹൂദനെ സഹായിച്ച ഒരു ന്യൂനപക്ഷം ആളുകളുണ്ടാകും. അവർക്ക് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഒരു സിംഹാസനം സ്ഥാപിക്കും. അതിനെ തേജസ്സിൻ്റെ സിംഹാസനം എന്നാണ് പറയുന്നത്. തേജസ്സിൻ്റെ സിംഹാസനം യഹോവ ശാബ താഴ്വര എന്ന് പറയുന്ന മിഡിൽ ഇസ്രയേൽ സ്ഥാപിക്കുന്നതാണ്. അവിടെയാണ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും രണ്ടായി വേർതിരിക്കുന്നത്. അവരെ വേർതിരിച്ച ശേഷം ന്യായവിധി കഴിയുന്നു. വീണ്ടും 1000 വർഷത്തെ ക്രിസ്തുവിൻ്റെ രാജവാഴ്ച കഴിഞ്ഞ ശേഷം സ്വർഗസ്ഥലങ്ങളിൽ ഒരിടത്തിൽ സ്പേസിലാകാം അപ്പോൾ സ്ഥാപിക്കപ്പെടുന്ന ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം അതിവലുതും ഭയങ്കരത്വമുള്ളതായ ഒരു സിംഹാസനമായിരിക്കും. ആ സിംഹാസനത്തിന് ഒരു വലിയ വെള്ള സിംഹാസനമെന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഒരു വലിയ വെള്ള സിംഹാസനം സ്ഥാപിച്ചു. അതാണ് ഈ കാണുന്ന സിംഹാസനം. ഇതാണ് അന്ത്യന്യായവിധിക്കായിട്ടുള്ള സിംഹാസനം. ഈ സിംഹാസനം എടുക്കൽ വരുന്നത്, ന്യായവിധിക്കായി വരുന്നത് ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്നതായ പാപിയുടെ ആത്മാക്കളാണ്. ഏറ്റവും പ്രധാനമായി അവരെ ഇവിടുന്ന് വെള്ളസിംഹാസന അടുക്കിലേക്ക് കൊണ്ടുവരും. വാക്യം ഒന്ന് വായിക്കുന്ന നന്നായിരിക്കും. 20-ാം അധ്യായം 11, 12. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി ഉണ്ടായി. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അടുത്ത വിധിയുണ്ടായി. ഇവിടെ ന്യായാധിപനായിരിക്കുന്ന ഈ വ്യക്തി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണും വിധം, പിതാവ് കൊടുത്ത അധികാരത്തിൽ അവൻ സിംഹാസനസ്ഥനായിരിക്കുക. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവരാണ് നിൽക്കുന്നത്, ഇവിടുന്ന് രൂപാന്തരപ്പെട്ടു പോയ ഭക്തന്മാരല്ല. അവർ മരിച്ചവരെ ന്യായം വിധിക്കുമോ? അതെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യനും ഉണ്ടെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമുണ്ട്. ആ ന്യായവിധിയാണ് ഇവിടുത്തെ ന്യായവിധി. മരിച്ചവർ എല്ലാവരും, അത് ഇവിടെ പാപത്തിൽ മരിച്ച ആളുകളാണ് ഇവിടെ യാതന സ്ഥലത്ത് കിടക്കുന്നത്. ഇവരെ ഇവിടുന്ന് ഉയർപ്പിച്ച് വെള്ളസിംഹാസനം അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവയെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർ 2:9-10. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, ദൈവം ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ ജഡ്ജിയായിരിക്കുന്ന കർത്താവ് യേശുവാണ്. എല്ലാ സിംഹാസനത്തിലും ജഡ്ജിയായിരിക്കുന്ന യേശുവാണ്. ന്യായവിധിക്കായി ദൈവം പുത്രനായി ക്രിസ്തുവിനെ നിയമിച്ചിരിക്കുന്നു.
ആ സിംഹാസനത്തിന് മുമ്പാകെ വലിയവരും ചെറിയവരുമാകുന്ന എല്ലാ വ്യക്തികളും പാപത്തിൽ മരിച്ചു പോയതായ മരിച്ചവരുടെ ആത്മാക്കളെ ഉയർപ്പിച്ച് ന്യായം വിധിക്കുന്നു. ആ ന്യായം വിധിക്കുമ്പോൾ ചില പുസ്തകങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന് 9-10 വാക്യത്തിൽ വായിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈസോസ് ക്രിസ്റ്റോസ് കുറിയോസ് എന്നാണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും നരകത്തിൽ കിടക്കുന്നവർ, നരകയോഗ്യരായവർ, നിത്യമായി നരകത്തിലേക്ക് പോകേണ്ടവർ, ഇവിടെ സബ് ജയിൽ പോലെ കിടക്കുന്നതായ ഈ യാതന സ്ഥലമാകുന്ന നരകത്തിൽ നിന്നും അവരെ മഹാജഡ്ജിയായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പാകെ ന്യായവിധിക്കായി കൊണ്ടുവന്ന് അവിടെ ഓർമ്മയുടെ പുസ്തകവും തിരുവചനവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവപുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ജീവപുസ്തകത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരുടെ പേര് മാത്രമേ കാണുകയുള്ളൂ. ഓരോ വ്യക്തികളെയും ഇവിടെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരില്ല എന്നും കൂടെ കൽപ്പിച്ച ശേഷം എന്നെ വിട്ട് പിശാചിനെ അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്നുള്ള അർത്ഥത്തിലുള്ള ന്യായവിധി കൽപ്പിക്കുമ്പോൾ അവിടെ നിന്നും എല്ലാ ആത്മാക്കളും യേശുവെ നീയാണ് കർത്താവ്, നീയാണ് ദൈവം, നീയാണ് പ്രപഞ്ചത്തിന് അധിപൻ എന്ന് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞിട്ട് അവർക്ക് സ്വർഗത്തിൽ പോകേണ്ട സാഹചര്യമല്ല ഉണ്ടാകുന്നത്. അവർ നരകത്തിലേക്ക് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 15-ാം വാക്യം ഇത്തരണത്തിൽ നിന്ന് വായിക്കൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ വാക്യം ശ്രദ്ധിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ആ തീപ്പൊയ്കയാണ് ഇത്. ഇവിടെ നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ ആന്റി ക്രൈസ്റ്റ്, ആന്റി സ്പിരിറ്റ്, 20-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആന്റി ഗോഡ്, അത് സാത്താന്റെ തൃത്വത്വം മുഴുവനെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളി. വെളിപ്പാട് പുസ്തകത്തിൽ കൈവയ്ക്കാൻ ഭയമെന്നും വെളിപ്പാട് പുസ്തകത്തിൽ പ്രവേശിച്ചാൽ സാത്താന്യ പോരാട്ടം ഉണ്ടാകുമെന്നൊക്കെ സാധാരണ പറയുന്നത് അവിടെ ഉൾഭയ നിമിത്തമാണ്. മറ്റൊന്ന്, കോരനായ പിശാചിനെയും അവന്റെ കിങ്കരന്മാരെയും അവന്റെ അനുയായികളെയും അവന്റെ ആത്മാവിൽ ജീവിച്ച സകല മനുഷ്യാത്മാക്കളെയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിപ്പെടുന്ന ഒരു നിത്യമായ ആ നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ആരും പറയുന്നതിൽ ഇഷ്ടമല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവിടെ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ഇവരെയെല്ലാം തള്ളപ്പെടും. ഈ ന്യായവിധിയാണ് ഏറ്റവും അവസാനത്തെ ന്യായവിധി. ആ ന്യായവിധിയിൽ ഇവിടെ ദ പ്രിസൺ ഓഫ് ദ ഫാളൻ ഏഞ്ചൽസ്, തെറ്റിപ്പോയ ദൂതന്മാരെ അന്ധതമസിന്റെ അഗാധതയിൽ ബന്ധിച്ചിരിക്കുന്നു, ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു, കൂരിട്ടിൽ ബന്ധിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് എന്നേക്കുമുള്ള ന്യായവിധിക്കായി കാത്ത് അവരെവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരെ പൈശാചികമായ ആത്മാക്കളെയും ഇവിടെ ന്യായം വിധിക്കും. ന്യായം വിധിച്ചിട്ട് അവരെയും ഈ തീപ്പൊയ്കയിലേക്ക് തള്ളും. ഇവിടെ പറയുന്നതായ സിംഹാസനത്തിന്റെ പ്രത്യേകതകളിൽ 4 കാര്യങ്ങളിവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതായ സിംഹാസനത്തെ കൃപാസനം എന്ന് പറയും, ദൈവമക്കൾക്കുള്ളതാണ്. നാളെ എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഭൂമിയിൽ മഹാപീഠം നടക്കുന്ന അതേ സമയത്ത് സ്വർഗത്തിൽ സ്ഥാപിക്കുന്നതായ ഒരു സിംഹാസനമുണ്ട്. അത് ക്രിസ്തുവിന്റെ ന്യായാസനം, വിശ്വാസികൾക്ക് പ്രതിഫലം കൊടുക്കുവാൻ. അത് കഴിയുമ്പോൾ മഹാപീഠനം കഴിയുകയും ഭൂമിയുടെ മധ്യഭാഗമാകുന്ന യെരുശലേമിനോട് ചേർന്നുള്ളതായ യഹോവ ശാപ താഴ്വരയിൽ ഒരു സിംഹാസനം സ്ഥാപിക്കും. അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവരെ സഹായിച്ചതായ വ്യക്തികളെ ന്യായം വിധിക്കുവാനുള്ള തേജസ്സിന്റെ സിംഹാസനം. അത് കഴിഞ്ഞതിന് ശേഷം സഹസ്രാബ്ദ വാഴ്ച നടക്കും. ക്രിസ്തു ഒരു വലിയ വെള്ളസിംഹാസനം സ്ഥാപിക്കും. അത് സകല പാപികളുടെ ആത്മാക്കളെയും പിശാചുക്കളെയും ഭൂതാത്മാക്കളെയും എല്ലാം ന്യായം വിധിക്കുവാൻ. ഈ ന്യായവിധിയുടെ അവസാനം നിത്യമായ തീപ്പൊയ്കയിലേക്ക് എല്ലാറ്റിനെയും തള്ളുന്നു. ഇതിനെ തുടർന്നുള്ള കാര്യം നമുക്ക് 21-ാം അധ്യായം മുതൽ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 20-15 വാക്യം നമ്മൾ വായിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അതോടുകൂടെ ഈ ന്യായവിധി അവസാനിക്കുന്നു. അടുത്തതായി നമുക്ക് 21-ാം അധ്യായത്തിൽ പുതിയ യെരുശലേം അഥവാ ന്യൂ ജെറുസലേം പഠന വിഷയമായി എടുക്കുകയാണ്.
അതിനാദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇവിടെ ശ്രദ്ധിക്കൂ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ആകാശം എന്ന് പറഞ്ഞാൽ പുതിയ ആകാശം എന്ന് തന്നെയാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പിന്നെ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അപ്പോൾ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുന്നത്? ഇവിടെ സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞ ശേഷം അഗാധകൂപത്തിൽ ബന്ധിച്ചിരിക്കുന്ന സാത്താനെ അഴിച്ചുവിടുമെന്നും അവൻ ഭൂമിയിൽ വന്ന് ഒരു യുദ്ധസന്നാഹം ഒരുക്കുമെന്നും ആ സമയം സ്വർഗത്തിൽ നിന്നും ദൈവം തമ്പുരാൻ അഗ്നി വർഷിപ്പിക്കുമെന്നും അതോടുകൂടെ ആ തീജ്വാലയിൽ ഭൂമിയിലെ ദൈവത്തിന് വിരോധമായി വന്നതായ മനുഷ്യരെ ന്യായം വിധിച്ച് അവരെ നശിപ്പിക്കുന്നുവെന്നും മനസ്സിലായി. അതാണ് ഗോഗുമാഗോ യുദ്ധം. ഗോഗുമാഗോ ഭൂമിയിലെ ഏറ്റവും അവസാനത്തെ യുദ്ധമാണ്. അതിനെ തുടർന്ന് നടക്കുന്നത് ഭൂമിയിൽ മനുഷ്യൻ ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ രാസായുധങ്ങളും, ആറ്റം ബോംബുകളും നൈട്രജൻ ബോംബുകളും എല്ലാം കത്തിയമരുന്നതായ ഒരു കാലം വരുന്നു. അതേസമയം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മഹാസമുദ്രങ്ങളുണ്ട്. ഹൈഡ്രജനും ഓക്സിജനും മറ്റ് ലവണങ്ങളുമായിട്ടുള്ളതായ സമുദ്രജലങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനയാൽ തന്നെ അത് വിഘടിച്ച് അത് കത്തുന്ന ഇന്ധനമായി തീർന്നു കഴിഞ്ഞാൽ ഭൂമി എത്ര കാലം കത്തും? ഭൂമി എങ്ങനെ കത്തുന്നതായ ഒരു ദിവസമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഭൂമി കത്തുന്നതായ ദിവസത്തെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. പത്രോസിൻ്റെ ലേഖനം, 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ദൈവസഭയുടെ എടുത്തുകൊള്ളപ്പെടലിന് വേണ്ടിയുള്ള രഹസ്യ പ്രത്യക്ഷത. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വിഭജിക്കപ്പെടുന്ന ആറ്റം ഉൾപ്പെടെയുള്ളതായ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ ആധുനിക ആയുധ സാമഗ്രികളും എല്ലാം കത്തിയമരുന്ന ഗോഡൗണുകൾ വളരെയധികം സൂക്ഷ്മമായി അവർ സൂക്ഷിച്ചിരിക്കുന്നതായ ആധുനിക കരിമരുന്നുകളും എല്ലാം കത്തി അവരുന്നതായ ഒരു ദിവസം വരുന്നുവെന്ന് പത്രോസ് പ്രവചിക്കുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വേദഭാഗം വേഗം ഒന്ന് ഓടിച്ചു വായിക്കാം. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും. അത് ആദിയിലെ ഭൂമിയാണ്. പാഴ്ശൂന്യമായി തീർന്ന ആദിയിലെ ഭൂമിയെക്കുറിച്ചുള്ളതായ ഒരു വിഷയം പത്രോസോട് കൊണ്ടുവരികയാണ്. അടുത്ത് ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ഇന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പത്രോസ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നു. ആ പ്രവചനം നിവൃത്തിയാകുന്നതാണ് 10-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെട്ടും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണമെന്ന് പത്രോസ് ഇവിടെ ബുദ്ധിപദേശം നൽകുന്നു. ആ ബുദ്ധിപദേശത്തെ തുടർന്ന് ഏറ്റവും അതിപ്രധാനമായ പ്രത്യാശ വിഷയമായ ഒരു കാര്യം കൂടി താനിവിടെ വെളിപ്പെടുത്തുന്നു. താനത് ആത്മാവിൽ വെളിപ്പെട്ടതായ ഒരു മർമ്മമാണ്. 13-ാം വാക്യം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ പത്രോസ് വലിയ വലിയ ലേഖനങ്ങളൊന്നും എഴുതി പ്രശസ്തനായിട്ടല്ല ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ചെറിയ ലേഖനമാണ്. പക്ഷേ ചെറിയ ലേഖനത്തിനകത്തും സ്വർഗീയമായ മർമ്മങ്ങളുടെ കലവറകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പത്രോസ് അതാണ് പറയുന്നത്.
അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. ആ വിഷയമാണ് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ വായിക്കുവാൻ തുടങ്ങിയത്. അതെന്താണ്? ഒരു അന്ത്യമായ ന്യായവിധി കഴിയുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിലേക്ക് തള്ളിയിടുന്നു. അതിനെ തുടർന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം 21 അധ്യായം, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അവയെക്കുറിച്ച് ചില ഇംഗ്ലീഷ് ബൈബിളിൽ വ്യക്തമായി അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഐ സാ എ ന്യൂ എർത്ത് ആൻഡ് എ ന്യൂ സ്കൈ. ഇന്റർനാഷണൽ ലിവിംഗ് ബൈബിൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. എന്നാൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളുകളിൽ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത് എന്നാണ് കാണുന്നത്. പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. മൂലഭാഷകളെ അർത്ഥത്തിലും ചില ആധുനിക പരിഭാഷകളിലും അതിൻ്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായിരിക്കുന്നു. ട്രാൻസ്ലേഷൻ വളരെ വ്യക്തമായിരിക്കുന്നു. ന്യൂ സ്കൈ ആൻഡ് ന്യൂ എർത്ത് എന്നാണ്. അതേ അർത്ഥം തന്നെയാണ് നമുക്കിവിടെ 21 അധ്യായത്തിൽ വായിക്കുവാൻ കഴിയുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. സമുദ്രവും ഇനിയില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇടയ്ക്ക് മഹാപീഡന കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ സുരക്ഷിത കവചമായിരിക്കുന്ന ആകാശത്തട്ടുകളെക്കുറിച്ചും അതിൻ്റെ പേരുകളെക്കുറിച്ചും വേഗത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഓർക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്നതായ പ്രകാശത്തെയും ചൂടിനെയും അരിപ്പ് കൊണ്ട് അരിക്കുന്നത് പോലെ അരിച്ച് ആ ഭയങ്കരമായ ചൂടിൽ നിന്നും മാരകമായ രശ്മിയിൽ നിന്നും ഭൂമിക്ക് ആവശ്യമായ, ഭൂവാസികൾക്ക് ആവശ്യമായ, ഭൂതലത്തിലെ ജീവികൾക്ക് ആവശ്യമായ ഒരു ചെറിയ ചൂടും പ്രകാശമേ ഭൂമിയിലേക്ക് വിടുന്നുള്ളൂ. അതിനെ അരിക്കുന്ന, ശുദ്ധീകരിക്കുന്നതായ ആകാശത്തട്ടുകളെയാണ് ആകാശം എന്നൊറ്റ വാക്കിൽ പറയുന്നത്. കർത്താവ് യേശുവും മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങൾ പറയുന്നത് ഈ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഈ ആകാശവും ഭൂമിയും മാറിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇങ്ങനെ ഭൂമി കത്തി അമരുന്ന ഒരു ദിവസം വന്നാൽ, ഈ ഭൂമി ഇങ്ങനെ അഗ്നിയാൽ കത്തിയമരുന്ന ഒരു ദിവസം വന്നാൽ, ആ കത്തുന്ന കത്തിൽ അതിൽ നിന്നും ഉയരുന്നതായ തീയും പുകപടലങ്ങളും എന്തുമാത്രം ഉയരത്തിൽ കത്തും. അതിൻ്റെ അതിഭയങ്കരമായ ചൂട് നിമിത്തം, അവിടെ നിന്ന് ഉയരുന്നതായ കരിപടലങ്ങൾ നിമിത്തം, കെമിക്കൽസ് നിമിത്തം ഭൂമിയുടെ സുരക്ഷിത കവചമായിരിക്കുന്ന ആകാശത്തട്ടുകൾക്ക് വലിയ മാറ്റം വരികയും അത് കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ അത് എത്ര കാലം കത്തുമെന്നും എത്ര കാലത്തിന് ശേഷമാണ് പുതിയ ഭൂമി വെളിപ്പെടുമെന്നും അവിടെ പറഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ ഒരു പുതിയ ഭൂമി വെളിപ്പെടും എന്ന് പ്രവചനങ്ങളിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ഭൂമി ദൈവം ഇനി പുതുതായി സൃഷ്ടിക്കേണ്ടതാണോ? ദൈവം പുതുതായി സൃഷ്ടിക്കേണ്ട ആവശ്യമല്ല. ഈ ഭൂമിയെ ദൈവം അനാദി കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭൂഗോളങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പറിലോ ടെലിവിഷൻ ന്യൂസിൽ കൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ അറിയുന്നതായ ഒരു വിഷയമുണ്ട്. ഭൂമിയോട് സമാന സ്വഭാവമുള്ള പല ഭൂമികളെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. 3 ഭൂമികൾ ഒരുമിച്ച് ഒരു കൊച്ചു സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഒരു സൗരയൂഥത്തെ കണ്ടുപിടിച്ചു. കൊച്ചു കൊച്ചു ചിഹ്നഗ്രഹങ്ങൾ അതിനോടൊപ്പമുണ്ട്. എന്നാൽ 5ഉം 7ഉം ഭൂമിയോട് സാദൃശ്യമുള്ളതായ ഭൂമികൾ ചുറ്റിക്കറങ്ങുന്നതായ സൗരയൂഥങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയേക്കാൾ 5 മടങ്ങും 7 മടങ്ങും വലിപ്പമുള്ളതായ വലിയ ഭൂമികളെ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അവയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രേഖകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ടെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പറയുന്നത് മനസ്സിലാക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർക്ക് ഈ നാളുകൾ പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ ഭൂമി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് യേശുവിന്റെ വരവിൽ വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ, മഹാപീഡനം കഴിഞ്ഞാൽ, പുതിയ ഭൂമിയിലെ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ടത്തെ വാഴ്ച കഴിഞ്ഞാൽ, ഭൂമി കത്തി അമർന്നു കഴിഞ്ഞാൽ ആ പുതിയ ഭൂമി വെളിപ്പെടും.
ഒരുപക്ഷെ ഈ ഭൂമി കത്തി ശുദ്ധീകരിച്ച് ആ ഭൂമി തന്നെ പുതുതായി വെളിപ്പെടുന്നതാകാം. അല്ല എങ്കിൽ ഇതല്ലാത്ത ഒരു പുതിയ ഭൂമി ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കാം. എന്തു തന്നെയായാലും ബൈബിൾ പറയുന്നതായ വാക്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കർത്താവ് യേശു യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഭവനമുണ്ട്, ഒരു കെട്ടിടമുണ്ട്, ഒരു നഗരമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേകം വാസസ്ഥലങ്ങളുള്ള ഒരു ഭവനത്തെ കർത്താവ് പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ കർത്താവ് വളരെ ആശ്വാസകരമായ കാര്യം പറഞ്ഞത്, നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭാരപ്പെട്ട് വിഷമിക്കേണ്ട കാര്യമല്ല, നിരാശപ്പെടേണ്ട കാര്യമല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിനും വിശ്വസിപ്പീൻ. പിതാവ് സൃഷ്ടിച്ചിരിക്കുന്ന, എനിക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ഭവനമുണ്ട്. എൻ്റെ പിതാവിന് ഏകജാതനായ പുത്രനായി എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ഭവനമുണ്ട്. ആ ഭവനം അനേക നിലകളുള്ളതായ, അനേക സവിശേഷതകളായ ഒരു കെട്ടിടമായിട്ട് വെളിപ്പെടുത്തിയിട്ട് പറയുന്നു, അവിടെ എന്നിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ അവകാശം ഞാൻ അവകാശ പാർപ്പിടം ഒരുക്കാൻ പോകുന്നു. അവിടെ ഇരുത്തേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ ചേർത്തുകൊള്ളപ്പെടലിന് വേണ്ടിയാണ് കാഹളത്വനോടുകൂടെ കർത്താവ് പ്രത്യക്ഷപ്പെടേണ്ടത്. കർത്താവ് ആ പറഞ്ഞത് ആ കെട്ടിടം എപ്പോൾ മുതൽ ഉണ്ടായിരുന്നുവെന്ന് അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും. അത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 9, 10, 13, 16 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിന് ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. പഴയ ഭക്തന്മാരും ഈ കെട്ടിടം കണ്ടിരുന്നു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നുവെന്നും ജാതീയ രാജാക്കന്മാരുടെ നടുവിൽ പരദേശിയായി പാർക്കുമ്പോൾ തന്നെ അബ്രഹാം എല്ലാവരെക്കാളും ബഹുസമ്പന്നനായിരുന്നുവെന്നും ജാതീയ രാജാക്കന്മാരുടെ സാക്ഷി ലഭിച്ചവനാണ്. നീ ഞങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു പ്രഭുവാണെന്ന് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ സമ്പന്നനായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന അബ്രഹാമെ എന്തുകൊണ്ട് കൂടാരങ്ങൾ പാർക്കുന്നു? നല്ല കെട്ടിടം പണിത് പാർത്തുകൂടെ? മക്കളോടും കൊച്ചുമക്കളോടും കൂടെ, ദാസിദാസന്മാരോടും കൂടെ ഒരു കൊച്ചു രാജ്യം വന്നതുപോലെ വലിയ കെട്ടിടങ്ങൾ പണിത് ആഡംബരമായി പാർത്തുകൂടെ എന്ന് വേണമെങ്കിൽ പിൻതലമുറക്ക് ന്യായമായി ചോദിക്കാം. ആ ചോദ്യത്തിന് മറുപടിയായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാർ കാത്തിരുന്നു. ദൂരത്ത് നിന്ന് കണ്ട് അഭിനന്ദിച്ചും ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്നുള്ള സന്തോഷത്തിലും അവർ അതിനായി കാത്തിരുന്നു. എബ്രായർ 13-ാം അധ്യായം 14-ാം വാക്യം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയേ നാം അന്വേഷിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ. അബ്രഹാമിന്റെ മക്കളോട് അബ്രഹാമിന് പറയാനുള്ളത് ഒരുപക്ഷെ ഇതായിരിക്കാം, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വലിയ സമ്പന്നനാണ്, എൻ്റെ സമ്പത്തിൽ അതിന് അവകാശികൾ നിങ്ങളുമാണ്. പക്ഷേ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒന്നുമല്ല. എൻ്റെ വിശ്വാസത്താൽ ദൈവം സൃഷ്ടിച്ചതായ ആ വലിയ സൗധം ഞാൻ കാണുന്നു. എൻ്റെ വിശ്വാസത്തിന്റെ ടെലസ്കോപ്പിൽ കൂടെ അങ്ങ് വിദൂരതയിൽ നോക്കിയാൽ ദൈവനാൾ ശില്പിയായി നിർമ്മിച്ചതായ ആ മനോഹരമായ സ്വർണ്ണനിർമ്മിതമായ 12 രക്തങ്ങളാൽ അലങ്കൃതമായ ഡിസൈൻ ചെയ്തായ ഒരു കെട്ടിടം ഞാൻ കാണുന്നു. അതിവിശാലമായ വലിയൊരു കെട്ടിടം. എനിക്ക് അവിടെ പോകണം, നമുക്ക് അവിടെ പോകണം. അതാണ് നമ്മുടെ വിശ്വാസ ഭവനം, അതാണ് നമ്മുടെ അവകാശ ഭവനം. നമുക്ക് അവിടെ പോകണം എന്ന നിലയിൽ ആ കെട്ടിടത്തിന് വേണ്ടി അവർ കണ്ട് കാത്തിരുന്നവരാണ്. ഇവിടെ കൂടാരവാസികളായി ഭൗമ ലോകത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം പണിതിരിക്കുന്ന ആ വലിയ കെട്ടിടത്തെ, സ്വർഗീയ യെരുശലേമിനെ ദൈവം പറയുന്നത് ഇതെന്റെ കൂടാരമെന്നാണ്. അതാണ് വേറൊരു വിഷയം.
വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3 വാക്യം ഒന്ന് വായിച്ചു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരമെന്നാണ്. ദൈവത്തിന്റെ കൂടാരമെന്നാണ്. ഇതിന്റെ വലിപ്പത്തെ കുറിച്ചെല്ലാം പിന്നിൽ വരുന്നു. അതിവിശാലമായ ഒരു കെട്ടിടം, അടിസ്ഥാനമുള്ളതാണ്, സ്വർണ്ണ നിർമ്മിതമാണ്. ആ മഹാകെട്ടിടത്തെ കണ്ട് അമ്പരന്ന് പോകരുത്, അതിശയിച്ചു പോകരുത്. ഭാവിയിൽ ഇതിൽ വലുതും ഞാൻ കരുതിയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ ഒരു കൂടാരമാണ്. പോകണം ഒരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ. സിയോൻ പ്രയാണികളെ നമുക്കികെ വാസം ഏറെ തുമ്പം തന്നിടുമ്പോ. സിയോൻ പ്രയാണികളെ നമുക്കികെ വാസം ഏറെ തുമ്പം തന്നിടുമ്പോ. മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായന്തോരാനന്ദം. ഓ മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായന്തോരാനന്ദം എന്നാണ് ഒരു ഭക്തൻ ദർശനത്തിൽ ഈ വിഷയത്തെ പാട്ടുരൂപത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഈ വിഷയത്തിന്റെ ഗൗരവവും വേദപുസ്തകത്തിന്റെ എവിടെയെല്ലാം കാണുന്നുവെന്ന് വേഗത്തിലൊന്ന് നോക്കാം. യെശയ്യാപ്രവചനം 65 അധ്യായം അതിന്റെ 17 വാക്യം, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ലാത്ത പുതുമകൾ നിറഞ്ഞതായ ആ നഗരത്തെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നു. വീണ്ടും 2 പത്രോസ് 3:13 വാക്യത്തിൽ, നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശമെന്നും പുതിയ ഭൂമിയുമെന്നും അതിനുവേണ്ടി നാം കാത്തിരിക്കുന്നുവെന്നും അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 12 വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കൃപായുഗത്തിലെ ഭക്തന്മാർക്ക് അവകാശമായി ലഭിക്കുമെന്ന് കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം. 3:12, എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ പിതാവിൻ്റെ നഗരമുണ്ട്. ഞാൻ ഈ വിഷയം ഇങ്ങനെ പറയുമ്പോൾ വളരെ അർത്ഥവത്തായ നമ്മുടെ ഭാവി പ്രത്യാശയെ ഉറപ്പിക്കുന്നതായ ഒരു മർമ്മം കൂടെയാണെന്ന് ഓർക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം, അത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന അർത്ഥത്തിലാണ്. അത് നിങ്ങൾക്ക് ഞാൻ അവകാശമായി നൽകും. യെശയ്യാപ്രവചനം 66 അധ്യായത്തിൻ്റെ 22 വാക്യം, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്ന പോലെ നിങ്ങളുടെ സന്തതികളും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്ന, പുതുതായി വെളിപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ച് 102 സങ്കീർത്തനം 25 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ നോക്കിയാൽ, ഒന്ന് വായിക്കാമോ? 102 അതിന് 25, 26 വാക്യങ്ങൾ. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവൻ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. ഇന്ന് കാണുന്നതായ ഈ ഭൂമിയും അതിന്റെ ഭൂമണ്ഡലങ്ങളും ആകാശവും മാറിപ്പോകുമെന്നുള്ളതായ പ്രവചനം അവിടെ സങ്കീർത്തനത്തിലും കാണുവാൻ കഴിയുന്നു. അങ്ങനെ മാറിപ്പോകുന്നതായ ഈ ഭൂമിക്ക് ശേഷം വെളിപ്പെടുന്നതായ പുതിയ ആകാശവും ഭൂമിയുമാണ് 21 അധ്യായത്തിൽ അഥവാ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. അവിടെ വെളിപ്പെടുന്നതായ നഗരത്തെക്കുറിച്ചുള്ളതായ സവിശേഷതകൾ 10 വാക്യം മുതൽ തുടങ്ങുന്നു. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യോഹന്നാനെ കാണിക്കുകയാണ് ആ പട്ടണത്തെ. വായിക്കാമോ? യെരുശലേം എന്ന വിശുദ്ധ നഗരം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ, സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു, ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ തേജസ്സിന് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു.
അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. പുതിയ യെരൂശലേമിന് പൊക്കമുള്ള വൻമതിലുണ്ട്. ആ വൻമതിൽ 12 ഗോപുരവും ഗോപുരങ്ങൾ 12 ദൂതന്മാരുമുണ്ട്. വീണ്ടും വായിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? പുതിയ യെരൂശലേമിന്റെ അവകാശികൾ മുഴുവനും പുതിയ നിയമ വിശ്വാസികളാണോ? പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി, അഥവാ കർത്താവ് യേശുക്രിസ്തുവിന്റെ മണവാട്ടിക്ക് വേണ്ടി മാത്രമാണ് ഈ പുതിയ യെരൂശലേമായ സൗധമെന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 12 ഗോപുരവും ഗോപുരങ്ങൾ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെ പേർ കൊത്തിയിട്ടുമുണ്ട്. അപ്പോൾ പണ്ട് മുതലേ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നായ യാക്കോബിൻ്റെ മക്കളെയാണ് ഗോത്രപിതാക്കന്മാരായി ദൈവം തിരഞ്ഞെടുത്തത്. ആ മക്കളെ മൊത്തമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് മുഴുവനും അവകാശം കൊടുക്കുന്നതായ ഒരു തീർത്ത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്, അവർക്ക് അവിടെ അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ അവകാശത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 13-ാം വാക്യം, ആ പുതിയ യെരൂശലേമിന്റെ കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. എവിടെയുണ്ട്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതായ ദൈവം നിർമ്മിതമായ ആ മനോഹരമായ സൗധത്തിന് അവകാശികൾ ആരാണ്? ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 പേരുടെയും പേരുകൾ അവിടെ മുദ്രണം ചെയ്തിട്ടുണ്ട്, കൊത്തുപണിയായി ചെയ്തിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാരുടെയും പേരും അതിലുണ്ട്. അപ്പോൾ ഈ പുതിയ യെരൂശലേമിന്റെ അവകാശികൾ ആരാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാരെല്ലാവരും അതിൻ്റെ അവകാശികളാണ്. അപ്പോൾ അവകാശികൾ എന്ന് പറഞ്ഞതിൽ അവർക്ക് അതിൻ്റെ പാർപ്പിടം ലഭിക്കുന്നു. പക്ഷേ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവകാശങ്ങൾക്കും പദവികൾക്കും വ്യത്യാസമുണ്ടാകാം. നിത്യമായ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടുത്തെ ഇന്ന് നമുക്ക് മറഞ്ഞിരിക്കുന്നതായ മറവായിരിക്കുന്ന സകല മർമ്മങ്ങളെയും അവിടെ പൂർണ്ണമായും വെളിപ്പെട്ട് വരും, നമുക്ക് നേരിൽ കാണുവാൻ കഴിയും. ഈ മന്ദിരത്തെ അളന്നു, അഥവാ ഈ പട്ടണത്തെ അളന്നു, അളവുകോൽ കൊണ്ട് അളന്നു. 1200 നാഴിക എന്നാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? നഗരം സമചതുരമായി കിടക്കുന്നു. സമചതുരമാണ്, നീളവും വീതിയും ഉയരവും സമം. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. 1200 നാഴിക, അവിടെ നാഴിക എന്നാണ്. എന്നാൽ ചില ബൈബിൾ നാഴിക എന്നുള്ളതായ വാക്കിന് വ്യത്യാസമുണ്ട്, അതറിയാൻ വേണ്ടി വായിപ്പിച്ചതാണ്. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ എന്ന് വീണ്ടും അവിടെ എടുത്തു പറയുന്നു. 1200 നാഴിക എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിൾ ചിലതിൽ 12,000 ഫർലോങ്സ് എന്ന് കാണും. 12,000 ഫർലോങ്സ്. പിന്നെ ഇത് മൈൽ കണക്കായി പറയുമ്പോൾ 1200 മൈൽ എന്ന് പറയുന്നുണ്ട്. കിലോമീറ്റർ കണക്കായി ചിലയിടത്ത് 2500ഓളം കിലോമീറ്റർ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടങ്ങൾ പോലും പണിയാൻ ഇന്ന് ഭൂതലത്തിൽ ഒരു രാജ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. 3/4 കിലോമീറ്റർ കെട്ടിടം പോലും പണിയാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക തുടങ്ങിയ പല രാജ്യങ്ങളിൽ വലിയ ടാലസ്റ്റ് ബിൽഡിങ്ങുകളുണ്ട്, 110, 120 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാളും ഏറ്റവും വലിയ ഒരു ടവർ യുഎഇയിൽ ഇപ്പോൾ പണിത് കഴിഞ്ഞിട്ടുണ്ട്. 168-ലധികം നിലകളാണെന്ന് കരുതുന്നു. അതും 3/4 കിലോമീറ്റർ പോലുമില്ല. പറഞ്ഞതിന് സാരം 3/4 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ പോലും ഉയരമുള്ള ഒരു കെട്ടിടം, അത്രയും തന്നെ നീളവും അത്രയും തന്നെ വീതിയുമുള്ള ഒരു കെട്ടിടം പണിയുവാൻ ഇന്ന് ഭൂമിയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ ദൈവം ഉയരത്തിൽ നിന്നും
ഈ പുതിയ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നതായ വലിയ കെട്ടിടത്തിന്റെ ഉയരം ഇത്രയും വലിപ്പമുള്ളതാകുന്നുവെങ്കിൽ 1 കിലോമീറ്റർ മീതെ 1 കിലോമീറ്റർ കൂടെ സ്ഥാപിച്ചാൽ നമുക്ക് അതിന്റെ ഉയരം കാണുവാൻ കഴിയുമോ? അങ്ങനെ 1, 2, 10, 100, 1000 അതിന് 1000 മൈലുകൾക്കപ്പുറം ഉയരമുള്ളതായ ഒരു കെട്ടിടം. പുതിയ യെരൂശലേം എന്ന കെട്ടിടത്തിന്റെ ഉയരം അത്രയും വലുതാണ്, അത്രയും തന്നെ നീളമുണ്ട്, അത്രയും തന്നെ വീതിയുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ കെട്ടിടമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര നിലകൾ കാണും? ഒരു നിരയിൽ തന്നെ ലക്ഷോപലക്ഷം ഫ്ലാറ്റുകൾ കാണുകയില്ലേ? ദൈവഭക്തന്മാർക്ക് അവകാശമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നുവരെയുമുള്ളതായ ഭക്തന്മാർക്ക് 2500ഓളം ഏക്കർ സ്വന്തമായി ലഭിച്ചാലും പുതിയ യെരൂശലേമിന്റെ പകുതിയോളം കാലിയായിരിക്കുമെന്ന് പറയുന്ന ഭക്തന്മാരുമുണ്ട്. എന്തു തന്നെയായാലും അതിൻ്റെ വലിപ്പം അപാരം തന്നെ. അത് മാത്രമല്ല, അത് പണിതിരിക്കുന്നത് പൊന്നുകൊണ്ടും 12 വിധമായ രത്നങ്ങൾ കൊണ്ടും അടിസ്ഥാനമിട്ടും അതിന് ഗോപുരങ്ങൾ മനോഹരമായി ആ നിലയിൽ ഓരോ മുത്തും ഓരോ ഗോപുരമായി പണിതിരിക്കുന്നു. മതിൽ കെട്ടിനെ കുറിച്ച് പറയുന്നത് 17-ാം വാക്യം, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉയരമുണ്ട്. ആ 212 അടി ഉയരമുണ്ട് മതിൽക്കെട്ടിന് തന്നെ. 212 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം 25 നില കെട്ടിടത്തിന് ഉയരം വരുന്നു. അപ്പോൾ അതിൻ്റെ വീതി എത്ര ആയിരിക്കും? അങ്ങനെ ഒരു മതിൽക്കെട്ടുള്ളതായ പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 18-ാം വാക്യത്തിൽ മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിന് തങ്കവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തത് നീലരത്നം, 3-ാമത്തത് മാണിക്യം, 4-ാമത്തത് മരതകം, 5-ാമത്തത് നഖവർണി, 6-ാമത്തത് ചുവപ്പ് കല്ല്, 7-ാമത്തത് പീതരത്നം, 8-ാമത്തത് ഗോമേതകം, 9-ാമത്തത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഡൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരത്നം. 12 വിധ രത്നങ്ങളെയും കുറിച്ച് ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 12 വിധ രത്നമല്ല, അതിലധികം രത്നങ്ങൾ ഉണ്ട് താനും. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും നഗരവീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. രാത്രി അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ് 21-ാം അധ്യായത്തിൽ ആ വിഷയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാം വസിക്കുന്നതായ ഈ ഭൂമിയും അതിന് പണികളും വെന്തുപോയി അവസാനിക്കുമെന്നും ദൈവം വെളിപ്പെടുത്തുന്നതായ പുതിയ ഭൂമിയിൽ അത് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതിവിപുലമായ വലിപ്പമുള്ളതായ പുതിയ യെരൂശലേം എന്നതായ ആ കെട്ടിടം ഇറങ്ങി വരുമെന്നും അത് കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് അവകാശമായി പാർക്കുവാൻ വേണ്ടി കൊടുക്കുന്നതായ അവകാശത്തെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുമ്പോൾ ഇത് പഠിക്കുന്നതിൽ കൂടെ, ഇത് വായിക്കുന്നതിൽ കൂടെ, ഇത് ചിന്തിക്കുന്നതിൽ കൂടെ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. ഈ കൂടാരത്തിൽ നിന്നും ആ സ്വർഗീയ കൂടാരത്തിലേക്ക് നാം ഒരു നാൾ പ്രവേശിക്കണം. ആ സ്വർഗീയ കൂടാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിനുള്ളതായ അടിസ്ഥാന കാര്യങ്ങൾ എന്താണ്? അവകാശികളായി പ്രാപിക്കുവാൻ കഴിയുന്നത് എപ്രകാരമാണ്? പുതിയ യെരൂശലേം എന്ന കെട്ടിടം കണ്ടുകൊണ്ട് അന്നേരം അതിനുവേണ്ടി ബുക്ക് ചെയ്യുകയാണോ? അല്ല. അതിന് വളരെ വളരെ മുമ്പ് തന്നെ, വേദപുസ്തകത്തിന് വെളിച്ചത്തിൽ പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിശ്വാസ കണ്ണുകളാൽ ദൈവം ആ പണിതിരിക്കുന്ന കെട്ടിടത്തെ കണ്ടുകൊണ്ട് അവർ ബുക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കവിടെ ഒരു പാർപ്പിടമുണ്ട്, എനിക്കവിടെ അവകാശമുണ്ട്, ഞാനവിടെ എത്തിച്ചേരും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഭക്തന്മാർ ഇവിടെ അന്യരും പരദേശികളുമായി പാർത്തു. പത്രോസും 2 പത്രോസ് 1:13 വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമെടുത്തിരിക്കുന്നു, ആ സ്വർഗീയ കൂടാരത്തിൽ ഞാൻ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:1-4 വരെ വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെടിഞ്ഞിറങ്ങുന്നു. രോഗവും ഭാരവും വേദനയും മനോവേദനയും കൊണ്ട് നിറയപ്പെട്ടതായ ഒരു ആയുഷ്കാലം മുഴുവനും ഭാരപ്പെടിഞ്ഞിറങ്ങുന്നുവെന്നും ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നും വ്യക്തമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവർ ജീവിച്ചു. അങ്ങനെ 1000 വാഗ്ദത്തങ്ങൾ തിരുവചനത്തിലുള്ളതിൽ ഇതിനേക്കാളും വലിയ ഒരു വാഗ്ദത്തം നമുക്ക് എന്ത് വേണം? അപ്പോൾ തന്നെ ഇത് നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന്റെ ഒരു കവാടം മാത്രമേ ഉള്ളൂ. നിത്യത ഇവിടെ മുതൽ വീണ്ടും തുടരുന്നു.
പൂർവപിതാക്കൾ നോക്കി പാർത്തതാം ആ നിത്യ സൗധത്തിൽ നാം എത്തിടുവാനായി. പൂർവപിതാക്കൾ നോക്കി പാർത്തതാം ആ നിത്യ സൗധത്തിൽ നാം എത്തിടുവാനായി. യുവസോദരങ്ങളെ, യുവകേസരികളെ, നാം ഒന്നു ചേരുവിൻ, ജയക്കൊടി ഉയർത്തുക. നാം ഒന്നു ചേരുക, ജയക്കൊടി ഉയർത്തുക. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പൂർവപിതാക്കൾ നോക്കി പാർത്തതാം ആ നിത്യ സൗധത്തിൽ നാം എത്തിടുവാനായി. പൂർവപിതാക്കൾ നോക്കി പാർത്തതാം ആ നിത്യ സൗധത്തിൽ നാം എത്തിടുവാനായി. യുവസോദരങ്ങളെ, യുവകേസരികളെ, യുവസോദരങ്ങളെ, യുവകേസരികളെ, നാം ഒന്നു ചേരുക, ജയക്കൊടി ഉയർത്തുക. നാം ഒന്നു ചേരുക, ജയക്കൊടി ഉയർത്തുക. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുമോ. പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ളതായ പഠനം ഇങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് അടുത്ത ഡിസ്കിൽ സ്വർഗവും നരകവും യാഥാർത്ഥ്യമോ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദൈവം സഹായിക്കട്ടെ.